ഇതാ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഹാൻഡ് ഇവിടെ ഇങ്ങനെ അടിച്ച് വന്നിട്ടുണ്ട്. ഈ കൈക്കുഴി ആം ഹോൾ ഇങ്ങനെ അടിച്ചു. അതായത് ഇതിൻ്റെ ഉൾവശത്ത് സാധാ ആം ഹോൾ അടിക്കുന്ന പോലെ തന്നെ അടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ തയ്ക്കാനുള്ളത് ഈ ഒരു ലൈനിങ് പീസിലേക്ക് ഉള്ള ആം ഹോളാണ് അടിക്കാനുള്ളത്. അത് നമുക്ക് നേരെ തിരിച്ച് വെച്ചിട്ട്, അതായത് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ടിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ പോർഷന് വരുന്ന ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഞാൻ പുറമേക്ക് വരുന്ന രീതിയിലായിട്ടാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കൂ, ഉൾവശത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടും. ഇതേപോലെ ആയിട്ടാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ ഈ ആം ഹോളിൻ്റെ ഈ സെൻറ്റർ വശം ഇതാ ഈ ഒരു ജോയിൻ്റ്, ഈ ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളോട്ടേക്ക്, അതായത് പുറമേക്ക് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് കാണിച്ചു തരാം. ഇതാ നമ്മളിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഉൾവശത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വരും. നല്ല രീതിയിൽ കണ്ടോ, സ്റ്റിച്ചൊന്നും പുറമേ കാണാത്ത രീതിയിൽ ഷോൾഡർ ഇങ്ങനെ ഷോൾഡർ വരും. ഈ ആം ഹോളിൻ്റെ ഭാഗം ഇങ്ങനെ വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ലോക്കിംഗ് മെഷീനൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പുറമേ വശം ഇതാ ഇങ്ങനെ, പുറമേ വശം അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ടായിട്ട് വരും. ഇതിപ്പം സ്റ്റിച്ച് വരുന്നത് ഈ രണ്ട് പീസിൻ്റെ